Final accounts. The adjustments in final accounts are explained in previous videos. Then in this video, I will explain some adjustments such as commission on profit, then loss of stock by fire or abnormal loss. Commission on profit. Sometimes manager is entitled to get a commission on net profit in addition to his salary. This is to increase his interest in his business. ഇപ്പോൾ മാനേജർക്ക് സാലറി കൂടാതെ നെറ്റ് പ്രോഫിറ്റിന്റെ ഒരു certain percentage കമ്മീഷൻ ആയിട്ട് കൊടുക്കുന്നു. Then the purpose of giving such a commission is to increase his interest in the business or to encourage him to make more profit. അപ്പോൾ ബിസിനസ്സിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ മാനേജറെ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സാലറി കൂടാതെ നെറ്റ് പ്രോഫിറ്റിന്റെ certain percentage കമ്മീഷൻ ആയിട്ട് കൊടുക്കുന്നത്. Then treatment in final accounts. So the manager's commission should be debited to profit and loss account and it should be shown as a liability in balance sheet. നമ്മുടെ ഫൈനൽ അക്കൗണ്ടിലെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മാനേജറുടെ കമ്മീഷൻ നെറ്റ് പ്രോഫിറ്റിന്റെ certain percentage കണ്ടുപിടിക്കുക, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. Then methods of calculating commission. കമ്മീഷൻ നമുക്ക് തരുമ്പോൾ രണ്ട് തരത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓൺ പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ ആൻഡ് ഓൺ പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ആസ് ഓൺ പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് കമ്മീഷൻ ഓർ കമ്മീഷൻ ഓൺ നെറ്റ് പ്രോഫിറ്റ്, നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കമ്മീഷൻ ഓൺ നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടുന്നത് നെറ്റ് പ്രോഫിറ്റിന്റെ ഇത്ര പെർസെന്റേജ് ആണ്, അല്ലെങ്കിൽ ബിഫോർ ചാർജിങ് കമ്മീഷൻ ആണ് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് കമ്മീഷൻ ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100. എത്രയാണോ റേറ്റ് തന്നിരിക്കുന്നത് ആ റേറ്റ് ഡിവൈഡഡ് ബൈ 100. If the question is given as on profit after charging such commission, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ then managers commission is equal to net profit into rate divided by 100 plus rate. For example 5% ആണ് നെറ്റ് പ്രോഫിറ്റിന്റെ 5% ആണ് കമ്മീഷൻ എങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 105. അതാണ് റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കുകയും ചെയ്യണം. Then next, loss of stock by fire. It may be stock by fire or accident or theft. ഏതുമാവാം, നമുക്ക് ലോസ് ഓഫ് സ്റ്റോക്ക് ഉണ്ടാകുന്നു. തെഫ്റ്റ് ആവാം, ആക്സിഡന്റ് ആവാം, ഫയർ ആവാം. അതിന് നമ്മൾ അബ്നോർമൽ ലോസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ട്രീറ്റ്മെന്റ് ഫൈനൽ അക്കൗണ്ടിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അപ്പൊ അതിന് നമ്മൾ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് തന്നെ 3 കേസ് ആയിട്ടാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. കേസ് 1, if the stock is fully insured. സ്റ്റോക്ക് ഫുൾ ആയിട്ട് ഇൻഷുർ ചെയ്തിരുന്നു, അഥവാ നമുക്ക് ഇൻഷുറൻസ് കമ്പനി ഫുൾ എമൗണ്ടും ക്ലെയിം തരുന്നു. ഫുള്ളി ഇൻഷുർഡ് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം എമൗണ്ട് ഫുള്ള് നമുക്കായിട്ട് തരുന്നു. സോ അപ്പൊ നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് ലോസ് ഓഫ് സ്റ്റോക്ക് വിൽ ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട്. എത്ര എമൗണ്ട് സ്റ്റോക്ക് ആണോ ലോസ് ഉണ്ടായത് ആ എമൗണ്ട് മുഴുവനായിട്ടും ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. Then show in the asset side of the balance sheet. നമുക്ക് ഇൻഷുറൻസ് കമ്പനി ഫുൾ എമൗണ്ട് തരുന്നു, അതുകൊണ്ട് ആ ഫുൾ എമൗണ്ടും ബാലൻസ് ഷീറ്റിലെ അസറ്റ് ആയിട്ട് കാണിക്കുക. കേസ് 2, സെക്കൻഡ് കേസ് ഇസ് ഇഫ് ദ സ്റ്റോക്ക് ഈസ് നോട്ട് ഇൻഷുർഡ്. നമ്മൾ സ്റ്റോക്ക് ഇൻഷുർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇനി ഇൻഷുർ ചെയ്താൽ തന്നെ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ഒന്നും തരുന്നില്ല, രണ്ടുമാവാം. either if it is not insured, ഇതല്ല എങ്കിൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ഒന്നും തരുന്നില്ല എങ്കിലോ then loss of stock will be shown on the credit side of the trading account. അങ്ങനെ വരുമ്പോഴും എത്ര എമൗണ്ട് ആണോ ലോസ് വന്നത് ഫുൾ എമൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. Then full amount should be debited to profit and loss account as it is a loss to the business. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു പൈസയും കിട്ടിയില്ല, ഫയർ ഉണ്ടായി അല്ലെങ്കിൽ തെഫ്റ്റ് നടന്നു, അത്രയും സ്റ്റോക്ക് കുറഞ്ഞു, അത് ബിസിനസിന് ഒരു ലോസ് ആണ്, അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഫുൾ എമൗണ്ടും ഡെബിറ്റ് ചെയ്യുക. Then third case is if the stock is partly insured. അപ്പോ ഫുൾ സ്റ്റോക്ക് അല്ല, പാർട്ടായിട്ട്, അതായത് പാർഷ്യൽ ആയിട്ടുള്ള സ്റ്റോക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ വേണ്ട നമുക്ക് ക്ലെയിം കിട്ടുന്നത് ഒരു പാർഷ്യൽ എമൗണ്ട് ആണ്, ഫുൾ എമൗണ്ട് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നില്ല, ഒരു പാർഷ്യൽ എമൗണ്ടേ നമുക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ in that case also loss of stock will be shown on the credit side of the trading account. ഫുൾ എമൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. Then the part of stock which is not insured should be debited to profit and loss account. ഇനി ഇൻഷുർ ചെയ്യാത്ത പാർട്ട്, അഥവാ നമുക്ക് കിട്ടിയില്ല, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം കിട്ടാത്ത പാർട്ട്, അത് നമുക്ക് ആ ബിസിനസിന് നഷ്ടമാണ്,
അതുകൊണ്ട് it should be debited to profit and loss account. The amount due from the insurance company will be shown on the asset side of the balance sheet. ഇനി ഇൻഷുറൻസ് കമ്പനി എത്ര എമൗണ്ട് ആണോ ക്ലെയിം തരുന്നത് ആ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് കാണിക്കുക. അപ്പൊ ഇതാണ് ലോസ് ഓഫ് സ്റ്റോക്ക് ഫയറിന്റെ അഡ്ജസ്റ്റ്മെന്റ്. 3 കേസ് ഉണ്ട്. ഒന്ന് സ്റ്റോക്ക് ഫുള്ളി ഇൻഷുർ ചെയ്യാം. രണ്ടാമത്തെ കേസിൽ സ്റ്റോക്ക് ഒട്ടും ഇൻഷുർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിമേ കിട്ടിയില്ല. മൂന്നാമത്തെ കേസിൽ പാർഷ്യൽ കവറേജ് കിട്ടി. 3 കേസിലും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഫുൾ എമൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഫുൾ എമൗണ്ട് എത്ര എമൗണ്ടിന്റെ ലോസ് ഉണ്ടായോ അത്രയും ആ സ്റ്റോക്കിന്റെ എമൗണ്ട് ഫുള്ളും ബൈ ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ എന്നോ എങ്ങനെയാണോ അത് പറഞ്ഞിട്ട് കാണിക്കുന്നു. ദെൻ നെക്സ്റ്റ് ചെയ്യുന്നത് ഫുള്ളി ഇൻഷുർഡ് ആണെങ്കിൽ നമ്മൾ അത് അസെറ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം ആ എമൗണ്ട്. ദെൻ ഇൻഷുർഡ് അല്ല എങ്കിൽ അത് ലോസ് ആണ്, അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പാർഷ്യൽ കവറേജ് ആണ് കിട്ടുന്നതെങ്കിൽ എത്ര എമൗണ്ട് ആണോ ലോസ് വന്നത് അഥവാ കവേർഡ് അല്ലാത്തത് ഇൻഷുറൻസ് കിട്ടാത്തത് അത്രയും എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം. ദെൻ ഇൻഷുറൻസ് കമ്പനി എത്ര എമൗണ്ട് ക്ലെയിം തരുന്നുവോ അത്രയും ബാലൻസ് ഷീറ്റിൽ അസെറ്റ് ആയിട്ട് കാണിക്കണം. ഇതാണ് 3 കേസ് അഡ്ജസ്റ്റ്മെന്റ്സ്. Then now we can do a question. The following are the balances extracted from the books of Venugopal as on 31/12/2017. Capital 24,500. Then other items are given: drawings, general expenses, building, machinery, tax and insurance, wages, sundry debtors, sundry creditors, bank overdraft, scooter, bad debt provision, commission, trade expenses, bills payable, cash in hand. So first of all we have to classify the items that are coming under trading account, then profit and loss account and balance sheet. ഇപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയെന്ന് നമ്മൾ ആദ്യം ക്ലാസിഫൈ ചെയ്യണം. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയെന്ന് ക്ലാസിഫൈ ചെയ്യാൻ നമുക്കറിയണം. അതിനുശേഷം ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസും. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ദെൻ ക്രെഡിറ്റ് സൈഡില് സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസസും, ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസ് ആൻഡ് ഗെയിൻസും. ദെൻ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റീസും അസറ്റ്സും. അത് ക്ലാസിഫൈ ചെയ്യുക നമ്മൾ. Now let's check the adjustments. First one is closing stock is valued at 23,500 rupees. Then write off further bad debt 160 rupees and create a provision of 5% on debtors for doubtful debts. So bad debt adjustments, that is creating provision, and all other bad debt adjustments are explained in previous video. Then next is also provide 2% for discount on debtors and creditors. അപ്പോൾ അടുത്തത് provision for discount on debtors and creditors ആണ്. This is also explained in previous video. അപ്പൊ നമ്മൾ 2% provision create ചെയ്യണം. Next, charge depreciation, machinery 10%, scooter 240 rupees. Then provide 750 rupees for outstanding interest on overdraft. Overdraftന്റെ interest outstanding ഉണ്ട് 750 rupees. Insurance prepaid insurance ഉണ്ട്. All these adjustments are explained in previous videos. Then next, a fire broke out in the godown and goods costing 5,000 rupees were lost. അപ്പോൾ ഫയർ ഉണ്ടായി. നമ്മൾ ഈ ഇപ്പൊ പഠിച്ച അഡ്ജസ്റ്റ്മെന്റ് ആണത്. ഫയർ ഉണ്ടാവുമ്പോൾ എന്താണ് ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ ഓർ അബ്നോർമൽ ലോസ് ആണ്. ഈ ട്രീറ്റ്മെന്റ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുക അഡ്ജസ്റ്റ്മെന്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് നോക്കുക. 5,000 rupeesനുള്ള ഗുഡ്സ് നഷ്ടം വന്നു. These goods were insured and insurance company admitted the claim in full. ഈ ഫുൾ ഗുഡ്സും ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കമ്പനി ഫുൾ എമൗണ്ടും തന്നു. അപ്പൊ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? നമ്മൾ 3 കേസ് ആയിട്ടാണ് ഇവിടെ പഠിച്ചത്. ഫസ്റ്റ് കേസ് എന്തായിരുന്നു? ഇഫ് ദ സ്റ്റോക്ക് ഈസ് ഫുള്ളി ഇൻഷുർഡ്. അതേ കേസാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പൊ നമ്മൾ എന്താ അഡ്ജസ്റ്റ്മെന്റ്? Loss of stock will be shown on the credit side of the trading account, then show in the asset side of the balance sheet. അപ്പോൾ ഫുൾ എമൗണ്ടും എത്ര ലോസ് വന്നു അത്രയും ഫുൾ എമൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ദെൻ ആ എമൗണ്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരുന്നു, അതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് കാണിക്കുക. ഫുൾ ക്ലെയിം കിട്ടി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. Then next, provide managers commission at the rate of 10% on net profit after charging such commission.
മാനേജറുടെ കമ്മീഷൻ ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ. ഞാൻ കമ്മീഷന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു 2 തരത്തിൽ ചോദിക്കാം. ഡയറക്റ്റ് ആയിട്ട് നെറ്റ് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് അല്ലെങ്കിൽ ബിഫോർ ചാർജിങ് കമ്മീഷൻ എന്ന് പറയും. അതല്ല എങ്കിൽ ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്ന് ചോദിക്കാം. നമുക്കിവിടെ ചെക്ക് ചെയ്യാം. എന്താ 2 തരത്തിലാണ് ചോദിക്കുന്നത്. ഓൺ പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് കമ്മീഷനും ഓൺ പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷനും. അപ്പൊ ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100. എന്നാൽ ഓൺ പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ ആകുമ്പോൾ മാനേജേഴ്സ് കമ്മീഷൻ ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ കേസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാനേജേഴ്സ് കമ്മീഷൻ ഓൺ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ. അപ്പോ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ്. അഥവാ ഇവിടെ റേറ്റ് 10% ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 110. ഇനി നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫൈനൽ അക്കൗണ്ട്സ് കൺസിസ്റ്റ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. So we have to prepare trading and profit and loss account. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് വർക്കിംഗ് നോട്ടായിട്ട് കൊടുക്കുക. അതെപ്പോഴും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ നല്ലതാണ്. അതാണ് ഇവിടെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും കൊടുത്തിരിക്കുന്നത്. പുതിയ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ അഡ്ജസ്റ്റ്മെന്റിൽ ഇവിടെ റൈറ്റ് ഓഫ് ഫർദർ ബാഡ് ഡെപ്റ്റ് ദെൻ ക്രിയേറ്റ് പ്രൊവിഷൻ ഓഫ് 5% ഓൺ ഡെപ്റ്റേഴ്സ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. അപ്പൊ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫർദർ ബാഡ് ഡെപ്റ്റ് അഥവാ അഡ്ജസ്റ്റ്മെന്റിലെ ബാഡ് ഡെപ്റ്റ് ഡിഡക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഡെപ്റ്റേഴ്സ് മേൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സൺഡ്രി ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് 6280. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. സൺഡ്രി ഡെപ്റ്റേഴ്സ് എമൗണ്ട് 6280. Then bad debt as per adjustment. ഇതാണ് ഫർദർ ബാഡ് ഡെപ്റ്റ്. റൈറ്റ് ഓഫ് ഫർദർ ബാഡ് ഡെപ്റ്റ് 160. അത് ഡിഡക്ട് ചെയ്യണം. കാരണം ആ എമൗണ്ട് കിട്ടില്ല എന്ന് ഉറപ്പായി. ഇപ്പൊ നമ്മുടെ ഡെപ്റ്റേഴ്സ് അല്ല 160 എന്നുള്ളത് നമുക്ക് ഡെപ്റ്റേഴ്സ് അല്ല, ബാഡ് ഡെപ്റ്റ് ആയി. അപ്പൊ അത് കിട്ടാത്ത എമൗണ്ട് ആണ്. അപ്പൊ നമ്മൾ അതും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ആ എമൗണ്ട് നമ്മൾ ഡിഡക്ട് ചെയ്യണം. ദെൻ 6120. അതിന്മേലാണ് നമ്മൾ പുതിയ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. നമ്മളിവിടെ അഡ്ജസ്റ്റ്മെന്റ് കണ്ടു 2% ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് 2% വീതം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഡെപ്റ്റേഴ്സും പ്രൊവിഷൻ ഡിസ്കൗണ്ടിന്റെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഡെപ്റ്റേഴ്സിൽ നിന്നും ബാഡ് ഡെപ്റ്റ് ആസ് പെർ അഡ്ജസ്റ്റ്മെന്റും ദെൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സും ഡിഡക്ട് ചെയ്തതിന് ശേഷം വേണം ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ സൺഡ്രി ഡെപ്റ്റേഴ്സ് 6280, ദെൻ ഫർദർ ബാഡ് ഡെപ്റ്റ് 160 ലെസ് ന്യൂ പ്രൊവിഷൻ ക്രിയേറ്റഡ്. നമ്മളിവിടെ പുതിയ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സിന് വേണ്ട പ്രൊവിഷൻ. അതും കൂടെ ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് 5814 കിട്ടും. അതിന്റെ 2% അഥവാ 116 rupees ആണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ദെൻ ക്രെഡിറ്റേഴ്സിന്റെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. അവിടെ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് ക്രെഡിറ്റേഴ്സ് 2500. So 2500 into 2 divided by 100, that is equal to 50 rupees. Then treatment of loss of stock by fire. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ ഫുൾ എമൗണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ജേണൽ എൻട്രി ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് അറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് 5000. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെന്റ് ബാലൻസ് ഷീറ്റിലെ എമൗണ്ട് നമ്മൾ അസറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക. ദെൻ കാൽക്കുലേഷൻ ഓഫ് മാനേജേഴ്സ് കമ്മീഷൻ. നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് നെറ്റ് പ്രോഫിറ്റിന്റെ ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ്. സോ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31/12/2017. ദെൻ ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ടിലെ ഫസ്റ്റ് വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ പർച്ചേസസ്, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഉള്ളത്. Opening stock 16,200. Then purchases 47,000. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെ ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. വേജസ് ഉണ്ട്, ദെൻ ഫ്യൂവൽ ആൻഡ് പവർ ഉണ്ട്. ഇത് രണ്ടെണ്ണാണ് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് ഉള്ളൂ. അപ്പോൾ ഇത്ര ഐറ്റംസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ്, then fuel and power 2240. ഇത്രയും ഐറ്റംസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇത്ര ഐറ്റംസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഫ്യൂവൽ ആൻഡ് പവർ,
wages. ഇവിടെ സാധാരണ നോർമലി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു എമൗണ്ട് കോളം ഡെബിറ്റ് സൈഡിലും ഒരു എമൗണ്ട് കോളം ക്രെഡിറ്റ് സൈഡിലുമേ ക്രിയേറ്റ് ചെയ്യാറുള്ളൂ. ഇവിടെ ഇന്നർ കോളം കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഇന്നർ കോളം 2 കോളം വെച്ചിട്ട് 2 സൈഡിലും വരച്ചിരിക്കുന്നത്. നമ്മൾ നോർമലി വരയ്ക്കുമ്പോൾ ഒരു കോളം തന്നെ കൊടുക്കാറുള്ളൂ. നമ്മൾ ആ ഇന്നർ കോളത്തിൽ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് പുറത്തെഴുതുന്നത്. ദെൻ ക്രെഡിറ്റ് സൈഡില് 2 ഐറ്റം സാധാരണ വരുന്നത് സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിലെ ഇൻഷുറൻസ് കമ്പനി, അതായത് ലോസ് ഓഫ് സ്റ്റോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പഠിച്ചു. ലോസ് ഓഫ് സ്റ്റോക്ക് ഉണ്ടായാൽ ഫുൾ എമൗണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഏത് കേസിലും, കേസ് 1 ആയാലും കേസ് 2 ആയാലും കേസ് 3 ആയാലും ഫുൾ എമൗണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. നമ്മുടേത് കേസ് 1 ആണ്. അപ്പൊ നമുക്കുള്ള അഡ്ജസ്റ്റ്മെന്റ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫുൾ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ അസെറ്റ് ആയിട്ട് കാണിക്കുക. അപ്പോ ബൈ ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ബൈ ലോസ് ഓഫ് സ്റ്റോക്ക് 5,000 rupees. ഇപ്പൊ നമ്മൾ ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഏത് സൈഡാണോ ടോട്ടൽ കൂടുതൽ വരുന്നത് ആ സൈഡാണ് ആദ്യം എഴുതേണ്ടത്. അതേ എമൗണ്ട് നെക്സ്റ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതുന്നു. ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അപ്പൊ സെയിം എമൗണ്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും ഡെബിറ്റ് സൈഡിലേക്കും എഴുതുന്നു. ദെൻ ബാലൻസ് ചെയ്യുന്നു. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 21,220. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു. കാരണം ക്രെഡിറ്റ് ആയിരുന്നു കൂടുതൽ, അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റിലേക്ക് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ ചെയ്തു 21,220. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റില് എല്ലാ എക്സ്പെൻസസും എഴുതുക, ക്രെഡിറ്റില് ഇൻകം ഉണ്ടെങ്കിൽ എഴുതുക. ദെൻ എക്സ്പെൻസസ് ഏതൊക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും അഥവാ ജനറൽ എക്സ്പെൻസ്, ടാക്സ് ആൻഡ് ഇൻഷുറൻസ്, ചാരിറ്റി, ബാഡ് ഡെപ്റ്റ്. ദെൻ ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ ഒക്കെ ബാഡ് ഡെപ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ദെൻ കമ്മീഷൻ, ട്രേഡ് എക്സ്പെൻസസ്, ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വരുന്നത്. ഇവിടെ കമ്മീഷൻ നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇൻകം ആണ്. ദെൻ ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നു. ജനറൽ എക്സ്പെൻസസ്, ദെൻ ടാക്സ് ആൻഡ് ഇൻഷുറൻസ്. ടാക്സ് ആൻഡ് ഇൻഷുറൻസിൽ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെക്ക് ചെയ്യാം. അഡ്ജസ്റ്റ്മെന്റിൽ നോക്കൂ. ഇൻഷുറൻസ് പ്രീപെയ്ഡ് 50 rupees. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് പ്രീപെയ്ഡ് മീൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. എക്സ്പെൻസ് ഓഫ് എ ഫ്യൂച്ചർ പീരീഡ് പെയ്ഡ് ഇൻ ദ കറന്റ് ഇയർ. നമ്മൾ നേരത്തെ തന്നെ കൊടുത്തു. അപ്പൊ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കൺസേൺഡ് എക്സ്പെൻസിൽ നിന്നും ഡിഡക്ട് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ അസെറ്റ് ആയിട്ട് കാണിക്കണം. സോ ടാക്സ് ആൻഡ് ഇൻഷുറൻസിൽ നിന്നും പ്രീപെയ്ഡ് ഇൻഷുറൻസ് ലെസ് ചെയ്തു. 1,315 less 50 rupees. So 1,265. Then next charity 105. Then bad debt ആണ്. ബാഡ് ഡെപ്റ്റ് നമ്മൾ നോക്കാം. ട്രയൽ ബാലൻസിൽ ബാഡ് ഡെപ്റ്റ് എടുക്കണം, പുതിയ പ്രൊവിഷൻ എടുക്കണം, ഫർദർ ബാഡ് ഡെപ്റ്റ് വന്നത് എടുക്കണം. ദെൻ പുതിയ പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തൂടെ. ട്രയൽ ബാലൻസിൽ ബാഡ് ഡെപ്റ്റ് ഉണ്ട് 550 rupees. ദെൻ പുതിയ ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ട് 160 rupees. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു 5% ഓൺ ഡെപ്റ്റേഴ്സ്, അതായത് 306. അപ്പോ 306 ബാഡ് ഡെപ്റ്റ് ആസ് പെർ ട്രയൽ ബാലൻസ് 550. ദെൻ ബാഡ് ഡെപ്റ്റ് ആസ് പെർ അഡ്ജസ്റ്റ്മെന്റ് 160. അതിന്റെ ടോട്ടല് 1016. ഇനി നമുക്ക് ട്രയൽ ബാലൻസിൽ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ ഉണ്ട്, അത് ഡിഡക്ട് ചെയ്യണം. ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡില് ബാഡ് ഡെപ്റ്റിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ ഉണ്ട്, അത് ഡിഡക്ട് ചെയ്യണം. ലെസ് ഓൾഡ് പ്രൊവിഷൻ 900. So you will get 116 rupees. ബാഡ് ഡെപ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ഉണ്ട്, അതായത് ബാഡ് ഡെപ്റ്റ് ഉണ്ട്, ദെൻ ട്രയൽ ബാലൻസിന് പുറത്ത് ബാഡ് ഡെപ്റ്റ് ഉണ്ട്, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം, ദെൻ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ അത്ര ഐറ്റംസ് വരുമ്പോൾ ട്രയൽ ബാലൻസിലെ ബാഡ് ഡെപ്റ്റ് പ്ലസ് അഡ്ജസ്റ്റ്മെന്റിലെ ബാഡ് ഡെപ്റ്റ് പ്ലസ് ന്യൂ പ്രൊവിഷൻ ലെസ് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ. Then next trade expenses. Then provision for discount on debtors 2% നമ്മൾ ക്രിയേറ്റ് ചെയ്തു 116 rupees. Depreciation ചാർജ് ചെയ്യാൻ പറഞ്ഞിരുന്നു മെഷീനറിക്ക്, സ്കൂട്ടറിന്. ചെക്ക് ചെയ്യാം. Depreciation മെഷീനറി 10%, സ്കൂട്ടറിന് 240 rupees. അപ്പൊ മെഷീനറിയുടെ എമൗണ്ട്
machinery 9,340. അപ്പോൾ 10% എന്ന് പറയുമ്പോൾ 934 rupees. Depreciation machinery 934, scooter 240. So 1,174 total depreciation. Next adjustment ഒരു outstanding interest പറഞ്ഞിട്ട് provide 750 rupees for outstanding interest on overdraft. Overdraft അതിന് interest charge ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 750 outstanding interest ആണ്. Overdraftലെ outstanding interest 750. Then നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പറഞ്ഞിരുന്നു കമ്മീഷൻ ഉണ്ട് ക്വസ്റ്റ്യനില്, കമ്മീഷൻ ക്രെഡിറ്റ് സൈഡിലായിരുന്നു, അപ്പൊ ഇൻകം ആണ്. Then അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിരുന്നു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. നമ്മളിവിടെ കണ്ടതാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് 50 rupees. അതിന് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അത് ക്രെഡിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇപ്പൊ എല്ലാ ഐറ്റംസും എൻ്റർ ചെയ്തു. ഇപ്പൊ ഒരു ഐറ്റം കൂടെ നമുക്ക് ബാക്കിയുണ്ട്, മാനേജേഴ്സ് കമ്മീഷൻ. അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് മാനേജർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ കമ്മീഷൻ ഓഫ് 10% ഓൺ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ. നമ്മൾ എല്ലാ ഐറ്റംസും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റഫായിട്ട് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് ഇവിടെ ജസ്റ്റ് ഇടയ്ക്ക് വെച്ചിട്ട് ടോട്ടൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് റഫായിട്ട് നെറ്റ് പ്രോഫിറ്റ് എത്ര എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ആ എമൗണ്ട് ഡെബിറ്റിലേക്ക് എഴുതി. ദെൻ ഇത് കറക്റ്റ് നെറ്റ് പ്രോഫിറ്റ് അല്ല, റഫായിട്ട് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് 14,784 കിട്ടി. ഇതിന്മേലാണ് നമ്മൾ മാനേജറുടെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മാനേജറുടെ കമ്മീഷൻ ഈസ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണ്. So 14,784 into 10 divided by 110. ഈ എമൗണ്ടിനെ കൂടെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ദെൻ എന്നിട്ട് വീണ്ടും നമ്മൾ ബാലൻസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. ഇവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിനാണ് ഇവിടെ ഫുൾ ബാലൻസ് ചെയ്തിട്ട് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആദ്യം റഫായിട്ട് കണ്ടുപിടിച്ച് നെറ്റ് പ്രോഫിറ്റ് ഇങ്ങോട്ടേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തു. ദെൻ വീണ്ടും സാധാരണ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ ബാലൻസ് ചെയ്തിരിക്കുന്നു. ആ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട് ബാലൻസ് ചെയ്തു. നെറ്റ് പ്രോഫിറ്റിൽ നിന്നും മാനേജറുടെ കമ്മീഷൻ ഡിഡക്ട് ചെയ്തു. അപ്പൊ മാനേജറുടെ കമ്മീഷന്റെ അഡ്ജസ്റ്റ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കിട്ടണം. ഇപ്പൊ നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 13,440. നെക്സ്റ്റ് വി ഹാവ് ടു പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. സോ ദ ഹെഡിങ് ഈസ് ഇമ്പോർട്ടന്റ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/12/2017. ലയബിലിറ്റി സൈഡില് ആദ്യം ഷോർട്ട് ടേം ലയബിലിറ്റീസ് എഴുതുക, അതിനുശേഷം ലോങ് ടേം ലയബിലിറ്റീസ്, ദെൻ ക്യാപിറ്റൽ. ദെൻ അസറ്റ് സൈഡിൽ ആദ്യം കറണ്ട് അസറ്റ്സ് എഴുതുക, അതിനുശേഷം ഫിക്സഡ് അസറ്റ്സ് എഴുതുക. അപ്പൊ കറണ്ട് അസറ്റ്സിൽ ഏറ്റവും ആദ്യം വരുന്നത് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെ. ആ ഐറ്റംസ് ആണ് ആദ്യം എഴുതേണ്ടുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യനിലെ ക്യാഷ് ഇൻ ഹാൻഡ് 100 rupees. ദെൻ ഓരോ ഏതൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. സൺട്രി ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഡെപ്റ്റേഴ്സിൽ ഫർദർ ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തതുണ്ട്. അപ്പൊ അതൊക്കെ ഡിഡക്ട് ചെയ്യണം. ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സിന്റെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം, ഡിസ്കൗണ്ടിന്റെ പ്രൊവിഷൻ ഡിഡക്ട് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഫിക്സഡ് അസറ്റ്സ്, ബിൽഡിംഗ്, മെഷീനറി ഒക്കെ ഉണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ്, ദെൻ സ്കൂട്ടർ ഉണ്ട്. ലെറ്റ്സ് ചെക്ക് ദാറ്റ്. Then cash in hand 100 rupees. Then sundry debtors 6,280 less bad debt as per adjustment 160 rupees. Less new provision 306 rupees. Less provision for discount on debtors 116. So you will get 5,698 rupees. Then ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ക്ലെയിം കിട്ടി, ഫുൾ എമൗണ്ട് കിട്ടി. എത്രയാണോ ലോസ് ഉണ്ടായത് അത്രയും ഫുൾ എമൗണ്ട് കിട്ടി, 5,000. ആ ഫുൾ എമൗണ്ട് നമ്മൾ കാണിക്കുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് 23,500. ദെൻ പ്രീപെയ്ഡ് ഇൻഷുറൻസ് 50 rupees. നെക്സ്റ്റ് ഫിക്സഡ് അസറ്റ്സ് ഉള്ളത് സ്കൂട്ടർ, മെഷീനറി ആണ്. ഇത് രണ്ടും ഡിപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. സോ 2,000 ആണ് സ്കൂട്ടറിന്റെ വാല്യൂ, ലെസ് ഡിപ്രിസിയേഷൻ വി വിൽ ഗെറ്റ് 1,760. മെഷീനറി ലെസ് ഡിപ്രിസിയേഷൻ വി വിൽ ഗെറ്റ് 8,406. ദെൻ ബിൽഡിംഗ് 11,000. ദെൻ കറന്റ് ലയബിലിറ്റീസ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ക്രെഡിറ്റേഴ്സിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. സോ പ്രൊവിഷൻ ഈസ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ക്രെഡിറ്റേഴ്സ്. സോ യു വിൽ ഗെറ്റ് 2,450. നെക്സ്റ്റ് ബിൽസ് പേയബിൾ. നമ്മൾ ക്വസ്റ്റ്യനിൽ ചെക്ക് ചെയ്യുക ഏതൊക്കെ ഐറ്റംസ് ആണ് ലയബിലിറ്റീസ് വരുന്നത്. ബിൽസ് പേയബിൾ ഉണ്ട്, ദെൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മളിപ്പോ പറഞ്ഞു. ഇതാണ് പ്രധാനമായിട്ടും വരുന്ന ലയബിലിറ്റീസ്.
Then bills payable, bank overdraft. Then outstanding interest on overdraft. Adjustment പറഞ്ഞു outstanding interest ഉണ്ട്. Then managers commission. Liability side കാണിക്കേണ്ടുന്ന item ആണ്. ഇനി അടുത്തത് capital ആണ്. Capital 24,500. Add net profit. നമ്മളിവിടെ net profit കണ്ടുപിടിച്ചു 13,440. അത് ആഡ് ചെയ്യുക. Then ഈ ക്വസ്റ്റ്യനിൽ drawings ഉണ്ട്. ക്വസ്റ്റ്യനിൽ ചെക്ക് ചെയ്യുക. The drawings 2,000. So drawing is to be deducted from capital. So less drawings. അപ്പോൾ നമുക്ക് 35,940 കിട്ടും. Then we have to total both the sides. We will get 55,514. എല്ലാവരും ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.